ക്യാമ്പസ് കസേരകളിലെ കാവിനിഴൽ, വിസിമാർക്കെതിരെ രാഷ്ട്രീയപ്പട, വിവാദം പുകയുന്നു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇപ്പോൾ വീണ്ടും വിവാദ ചുഴിയിൽ വട്ടം കറങ്ങുകയാണ്. തിരുവനന്തപുരത്ത് അടുത്തിടെ നടന്ന RSS പ്രഭാഷണ പരമ്പരയിൽ സംസ്ഥാനത്തെ 3 സർവകലാശാല വൈസ് ചാൻസലർമാർ പങ്കെടുത്തതാണ് പുതിയ വിവാദങ്ങളിലേക്ക് ഉന്നത വിദ്യയുടെ അഭ്യാസ പർവ്വങ്ങളെ എത്തിച്ചത്. കേവലം ഒരു ചടങ്ങിലെ സാന്നിധ്യം എന്നതിലുപരി കേരളത്തിലെ അക്കാദമിക് ലോകത്തെ രാഷ്ട്രീയ അതിർവരമ്പുകൾ മായ്ച്ചു കളഞ്ഞ ഒരു സംഭവമായി വിസിമാരുടെ പങ്കാളിത്തത്തെ എത്തിച്ചു എന്നാണ് ആക്ഷേപം. RSSന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സംഘപരിവാറിന്റെ 100 വർഷങ്ങൾ എന്ന പ്രഭാഷണ പരമ്പരയായിരുന്നു വേദി. RSS സർസംഘചാലക് മോഹൻ ഭാഗവത് മുഖ്യാതിഥിയായ വേദിയിൽ കേരള സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ, MG സർവകലാശാല VC ഇൻചാർജ് ഡോക്ടർ മാവുത്തു, മലയാളം സർവകലാശാല VC ഇൻചാർജ് ഡോക്ടർ CR പ്രസാദ് എന്നിവർ എത്തിയതാണ് രാഷ്ട്രീയ കേരളത്തെ അലോസരപ്പെടുത്തിയത്. ഈ വിഷയത്തിൽ രാഷ്ട്രീയ കക്ഷികൾക്കിടയിലുണ്ടായ അപൂർവമായ യോജിപ്പാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. വിസിമാരുടെ ഈ അതിഥിവേഷം സർവകലാശാലയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന ഒന്നാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ തുറന്നടിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സർക്കാരിന്റെ കർശനമായ നടപടി ആവശ്യപ്പെട്ടപ്പോൾ UDF മുന്നണിക്കുള്ളിൽ മുസ്ലിം ലീഗ് കടുത്ത അതൃപ്തിയാണ് രേഖപ്പെടുത്തിയത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ രാഷ്ട്രീയമായി കാവ്യവൽക്കരിക്കാനുള്ള ഏതുതരം നീക്കത്തെയും ചെറുക്കണമെന്ന നിലപാടിൽ ലീഗ് നേതൃത്വം ഉറച്ചു നിൽക്കുന്നു. RSS ഒരു നിരോധിക്കപ്പെട്ട സംഘടനയല്ല, പിന്നെന്തിനാണ് ഈ പരിഭ്രമം എന്ന് ചോദിച്ചുകൊണ്ട് V മുരളീധരൻ സർക്കാരിനെ വെല്ലുവിളിച്ച് രംഗത്തെത്തി. നടപടിയെടുക്കാൻ ആർജവുമുണ്ടെങ്കിൽ കാണിക്കൂ എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വിവാദത്തെ കൂടുതൽ ചൂടുപിടിപ്പിച്ചു. വിസിമാർ എന്നത് വെറും ഉദ്യോഗസ്ഥരല്ല, അവർ ക്യാമ്പസുകളിലെ ജനാധിപത്യത്തിന്റെയും അക്കാദമിക് സ്വാതന്ത്ര്യത്തിന്റെയും കാവൽക്കാരാണെന്നാണ് സംഘപരിവാർ എതിർ സംഘത്തിന്റെ വിശദീകരണം. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രപരമായ വേദികളിൽ ഇവർ പരസ്യമായി സാന്നിധ്യം അറിയിക്കുമ്പോൾ അത് നാളത്തെ തലമുറയുടെ ചിന്താശേഷിയെ പോലും ബാധിച്ചേക്കാമെന്ന ആശങ്ക ഇക്കൂട്ടറുയർത്തുന്നു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കണ്ടുവരുന്ന രാഷ്ട്രീയവൽക്കരണത്തിന്റെ വൈറസ് കേരളത്തിലേക്ക് പടരുന്നുവോ എന്ന ഭയം ബുദ്ധിജീവികൾക്കിടയിലും സജീവമാണ്. സർക്കാർ തലത്തിൽ വിസിമാർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമോ, അതോ ഈ വിവാദം വെറും രാഷ്ട്രീയ വാക്പോരുകളിൽ മാത്രം അവസാനിക്കുമോ? ഇതിന് ഉത്തരം തേടുകയാണ് ഇപ്പോൾ കേരളം. ന്യൂസ് ഡെസ്ക്, ജനശബ്ദം.